ഹായ് ഹലോ എല്ലാ മക്കൾക്കും ശിശുദിന ആശംസകൾ. നവംബർ 14 ഇന്ത്യയുടെ ശിശുദിനമാണ്. കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളുടെ ചാച്ചാജി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര ശിശുദിനം നവംബർ 20 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ വീഡിയോ കാണാത്ത കൂട്ടുകാർ എന്ത് ചെയ്യുക, വീഡിയോ നമ്മുടെ വീഡിയോസിന് ടൈം ലൈനിലുണ്ട്, അതെന്ത് ചെയ്യുക, അതൊന്ന് കണ്ട് ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരിക. ഇന്നത്തെ വീഡിയോയിൽ മാഷ് ചെയ്യുന്നത് നമ്മുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് ക്വിസ് സംഘടിപ്പിക്കാറില്ലേ, അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് തീർച്ചയായും നമ്മുടെ ക്വിസിന് ഉൾപ്പെടുത്താവുന്ന ചോദ്യങ്ങൾ എന്ന് അറിയുകയാണ്. അപ്പോൾ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിവരങ്ങളും അല്ലേ, അതിന്റെ ഫാക്ട്സും ഒക്കെ ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുന്നു, വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളെ, നമുക്കറിയാം നവംബർ 14 ശിശുദിനമാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, ജവഹർലാൽ നെഹ്റു. അങ്ങനെയാണ് മക്കളെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന നേതാവ് ആര്, ജവഹർലാൽ നെഹ്റുവാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഏറ്റവും കൂടുതൽ തവണ ദേശീയ പതാക ഉയർത്തിയ വ്യക്തി, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ഏറ്റവും കൂടുതൽ തവണ ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി ആരാണ്, അത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനിയോ കേരള നിയമസഭയിൽ പ്രസംഗിച്ച ആദ്യ പ്രധാനമന്ത്രി, മക്കളെ, അത് ജവഹർലാൽ നെഹ്റുവാണ്. കേരള നിയമസഭയിൽ പ്രസംഗിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ഇനിയോ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആര്, ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി അത് ജവഹർലാൽ നെഹ്റുവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നാണയത്തിന്റെ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. നമുക്കറിയാം, നമ്മൾ നാണയങ്ങളിൽ ചിലരുടെ പേര് കാണാറില്ലേ, അതുപോലെ തന്നെ ഇവരുടെ ചിത്രങ്ങൾ കാണാറില്ലേ, അത് അവരോടുള്ള ആദരവ് സൂചനമായിട്ടാണ്. അങ്ങനെ നാണയങ്ങളിൽ ചിത്രം പ്രത്യക്ഷപ്പെട്ട ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്, അത് ജവഹർലാൽ നെഹ്റുവാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ജവഹർലാൽ നെഹ്റുവാണ്. ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് ബഹുമതികൾ നേടിയ വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായുള്ള ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തോടുള്ള ആദരവ് സൂചനമായി അദ്ദേഹം കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ശിശുദിനമായി, കുട്ടികളുടെ ദിനമായിട്ട് എന്ത് ചെയ്യുന്നടാ, നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ചില ക്വിസ് ടൈപ്പ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സുകൾ, ചില വിവരങ്ങളുമായിട്ടാണ്. അപ്പൊ ആദ്യ ചോദ്യം ഇതാ. ജവഹർലാൽ നെഹ്റു ജനിച്ച മോത്തിലാൽ നെഹ്റുവിന്റെ അലഹബാദിലെ കുടുംബ വീട് അറിയപ്പെടുന്ന പേര്. ജവഹർലാൽ നെഹ്റു ജനിച്ചു വളർന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബ വീട്, മോത്തിലാൽ നെഹ്റു നിർമ്മിച്ച കുടുംബ വീട് അറിയപ്പെടുന്ന പേര്, ആ വീടിന്റെ പേരാണ് ആദ്യത്തെ ചോദ്യം. മക്കളെ, ഉത്തരം ആനന്ദ് ഭവനാണ്. ഉത്തരം ആനന്ദ് ഭവൻ. നിങ്ങൾക്ക് ചിത്രത്തിൽ ആനന്ദ് ഭവൻ കാണാൻ. ആനന്ദ് ഭവൻ നിർമ്മിച്ചത് മോത്തിലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായ മോത്തിലാൽ നെഹ്റുവാണ് ആനന്ദ് ഭവൻ നിർമ്മിച്ചത്. ഇനിയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ജനിച്ചത് ഈ ഭവനത്തിലാണ്. 1970 ഇന്ദിരാഗാന്ധി ആനന്ദ് ഭവൻ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇന്ന് ആനന്ദ് ഭവൻ ഒരു മ്യൂസിയമാണ്. അപ്പോൾ ഇന്ന് ആനന്ദ് ഭവൻ എന്താടാ, അതൊരു മ്യൂസിയം ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബ വീടിന്റെ പേര് തെറ്റിപ്പോവരുത്, അതെന്താണ്, ആനന്ദ് ഭവനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ജയിൽ ജീവിത കാലത്ത് നെഹ്റു മകൾ ഇന്ദിരക്ക് എഴുതിയ
കത്തുകളുടെ സമാഹാരം അറിയപ്പെടുന്ന പേര്. ജയിൽ കാലത്താണ് അദ്ദേഹം തൻ്റെ മകളായ ഇന്ദിരാ പ്രിയദർശിനിക്ക് കത്തുകൾ എഴുതുന്നത്. അന്ന് 10 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയായിരുന്നു ഇന്ദിരാഗാന്ധി. ആ കത്തുകളെ നമ്മൾ വിളിക്കുന്ന പേര് മക്കളെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു 10 വയസ്സുള്ള തൻ്റെ മകൾ ഇന്ദിരാ പ്രിയദർശിനിക്ക് 1928 തടവിലായിരുന്നപ്പോൾ അയച്ച കത്തുകളുടെ സമാഹാരമാണ് അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ചോദ്യം ഇതാണ്: ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അമ്പാടി ഇക്കാവമ്മ എന്ന് പറയുന്ന, നമുക്ക് എന്ത് ചെയ്യാടാ, നമുക്ക് ചിത്രത്തിൽ എന്ത് ചെയ്യാം, ചിത്രത്തിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പറ്റും. മലയാളത്തിലെ സാഹിത്യകാരിയും വിമർശകയൊക്കെ ആയിട്ടുള്ള ഇദ്ദേഹമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നുള്ള നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ചിട്ടുള്ള ആ ഒരു കത്തുകൾ എന്ത് ചെയ്തത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. അടുത്ത ചോദ്യമാണ് നെഹ്റു ആരംഭിച്ച പത്രത്തിന്റെ പേര്. നെഹ്റു ആരംഭിച്ച പത്രത്തിന്റെ പേര് മക്കളെ, നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. ഏതാടാ? നാഷണൽ ഹെറാൾഡ്. 1938 സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ സമരങ്ങൾക്ക് കരുത്തുപകരാനായി സ്ഥാപിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി എന്ത് ചെയ്തു? അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിക്കുക പോലും ചെയ്തു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് നാഷണൽ ഹെറാൾഡ്. ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച പത്രമാണ്. 1938 എന്ത് ചെയ്യുന്നത്? പത്രം സ്ഥാപിക്കുന്നത്. എന്ത് ചെയ്യടാ? ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മക്കളെ? ഉത്തരം ശാന്തിവനമാണ്. ഉത്തരം ഏതാടാ? ഉത്തരം ശാന്തിവനമാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ശാന്തിവനം കാണാം. ഏത് സംസ്ഥാനത്താ ശാന്തിവനം എന്ന് പറയുന്നത്? ഡൽഹിയിലാണ് അല്ലെ? ഡൽഹിയിലാണ്. അപ്പൊ ഉത്തർപ്രദേശിലാണ് അല്ലെ ശാന്തിവനം. സമാധാന വനം എന്നും അറിയപ്പെടുന്നു. ഡൽഹിയിലെ രാജ്ഘട്ടിന് വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വലിയ പുൽമൈതാനമാണ് ശാന്തിവനം എന്ന് പറയുന്നത്. നെഹ്റുവിന്റെ ഭൗതിക ശരീരം, അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിന്റെ ആ കുടീരം അല്ലെ, അതിന്റെ പേരാണെന്ത്? ശാന്തിവനം എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രമെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയ ഒരു നിയമത്തെ കുറിച്ചാണ്. ആ നിയമത്തിന്റെ പേരാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഓഗസ്റ്റ് മാസം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിയമമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഈ നിയമത്തെയാണ് നെഹ്റു എന്ത് പറഞ്ഞത്? ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് പറഞ്ഞത്. ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് നെഹ്റു പറഞ്ഞത് ഏത് നിയമത്തെയാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ്. മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കുക. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ പേര് എന്നാണ് അടുത്ത ചോദ്യം. നമുക്കറിയാം നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിൽ നടക്കുന്നതാണ് അല്ലെ? കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പോൾ ആ വള്ളംകളിയും നെഹ്റുവും തമ്മിൽ എന്താണ് ബന്ധം? 1952 ജവഹർലാൽ നെഹ്റു ആദ്യമായി കേരളം സന്ദർശിക്കാൻ വരുന്നത്. അന്ന് അദ്ദേഹത്തിന് കാഴ്ചവിരുന്ന് ഒരുക്കാനായി എന്ത് ചെയ്തു? വള്ളങ്ങളുടെ മത്സരങ്ങൾ, ചെറുതോണികളുടെ വലിയ തോണികളൊക്കെ ആയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരങ്ങൾ നടന്നപ്പോൾ അതിൽ ആവേശഭരിതനായ നെഹ്റു അന്ന് എന്ത് ചെയ്യണോ? ആ വള്ളത്തിലേക്ക് ചാടിക്കയറി തൻ്റെ കയ്യൊപ്പിട്ട ഒരു ട്രോഫി എന്ത് ചെയ്തു? അതിന്റെ വിജയികൾക്ക് നൽകാനായി എന്ത് ചെയ്തു? കൊടുത്തയച്ചു. അങ്ങനെ നെഹ്റുവിന്റെ കയ്യൊപ്പിട്ട ട്രോഫിയാണ് നമ്മൾ എന്ത് ചെയ്തത്? അന്ന് വിജയികൾക്ക് കൈമാറിയത്. അന്ന് ആ നെഹ്റുവിന്റെ സന്ദർശനത്തിനെ തുടർന്ന് എന്ത് ചെയ്തു? അത്തരത്തിൽ വർഷാവർഷം വള്ളംകളി മത്സരം സംഘടിപ്പിച്ചു. ആ മത്സരത്തിന് അന്നവർ നൽകിയിരുന്ന പേരാണ് ചോദിക്കുന്നത്. ആ പേര് മക്കളെ ഓർത്തു വെക്കണം. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ പേര്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ പേര്
പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. പിന്നീട് 1964 ജവഹർലാൽ നെഹ്റു അന്തരിക്കുന്നു. അന്തരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി നമ്മൾ എന്ത് ചെയ്യുന്നടാ, നമ്മൾ അദ്ദേഹത്തിന്റെ ആദരസൂചകമായി എന്ത് ചെയ്യുന്നു, വള്ളംകളിക്ക് നെഹ്റു ട്രോഫി എന്ന് എന്ത് ചെയ്യുന്നത്, പേര് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി, ഇപ്പോഴത്തെ പേര് നെഹ്റു ട്രോഫി. ഓക്കെ, റെഡി അല്ലേ? ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു 1952 എന്ത് ചെയ്തു, കേരളം സന്ദർശിക്കാൻ വേണ്ടി വന്നു. അപ്പൊ 52 കേരള സന്ദർശനത്തോടനുബന്ധിച്ച് ഈ മത്സരം ആരംഭിച്ചത്. 1954 എന്ത് ചെയ്തു, ആദ്യമായി എന്ത് ചെയ്തു, നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ആരംഭിച്ചു. അപ്പൊ എന്ത് ചെയ്തു, കൈനകരിയിൽ ആദ്യമായി നടന്ന ഈ മത്സരം പിന്നീട് ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ സ്ഥിരമായി നടത്താൻ തീരുമാനിച്ചു. അപ്പോ പുന്നമടക്കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് നൽകുന്ന ട്രോഫി ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഉരുക്ക് വനിതയായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയെ കുറിച്ചാണ്. ആരാണത്? അത് ഡാൽസി റാണിയാണ് മക്കളെ. അത് ആരാടാ? ഡാൽസി റാണിയാണ്. ഡാൽസി റാണിയെ കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണ് എന്ത്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് ഡാൽസി റാണിയെ കുറിച്ച് ആര് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ബഹുമതി ലഭിച്ച വർഷം. മക്കളെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം, ഇന്ത്യയുടെ ഏറ്റവും വലിയ ബഹുമതിയാണ് ഭാരതരത്നം എന്ന് പറയുന്നത്. ആ ഭാരതരത്നം ജവഹർലാൽ നെഹ്റു ലഭിക്കുന്നത് 1955 ഇതാണ് നമ്മുടെ ഭാരതരത്നം. 1955 ജവഹർലാൽ നെഹ്റു ലഭിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേർക്കും ഭാരതരത്നം ലഭിച്ചത് നെഹ്റു കുടുംബത്തിൽ മാത്രമാണ്. ജവഹർലാൽ നെഹ്റു 1955 കിട്ടുന്നു. മകൾ ഇന്ദിരാഗാന്ധിക്ക് 1971 കിട്ടുന്നു. ചെറുമകൻ രാജീവ് ഗാന്ധിക്ക് 1991 കിട്ടുന്നു. അങ്ങനെ ഒരു കുടുംബത്തിലെ 3 പേർ പ്രധാനമന്ത്രികളായ ആ 3 പേർക്കും ഭാരതരത്നം നേടിയ ഏക കുടുംബം അത് നെഹ്റു കുടുംബമാണ്. എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഒരു കുടുംബത്തിലെ 3 പേർക്ക് ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത് നെഹ്റു കുടുംബത്തിനാണ്. നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും പ്രധാനമന്ത്രിമാരായിരിക്കുമ്പോഴാണ് ഭാരതരത്നം ലഭിച്ചത്. രാജീവ് ഗാന്ധിക്ക് മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന്റെ മരണപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്തു, ഈ പുരസ്കാരം സമ്മാനിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഭാരതരത്നവുമായി ബന്ധപ്പെട്ട് നെഹ്റുവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ആ ദീപം പൊലിഞ്ഞു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരുടെ മരണത്തെയാണ്? മക്കളെ, ഉത്തരം എന്താ? ഉത്തരം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതാരാണ്? അത് ഗാന്ധിജിയുടെ മരണത്തെ തുടർന്നാണ്. ഗാന്ധിജിയുടെ മരണത്തെ തുടർന്നാണ് ആ ദീപം പൊലിഞ്ഞു എന്ന് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടത്. നമുക്കറിയാം, രണ്ടുപേരും ഉറ്റ ചങ്ങാതിമാരാണ്. ഗാന്ധിജി, മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് നെഹ്റുവിനെ. ജവഹർലാൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് 1916 ലക്നോ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പൊ ഇത്രയും വിവരങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും വിവരങ്ങൾ ഓർത്തു വെക്കുക. 2 വീഡിയോയിലായി നമ്മൾ നടത്തിയ സമ്പൂർണ്ണ വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ സമ്പൂർണ്ണ വിവരങ്ങളുടെയും നിങ്ങൾക്ക് PDF എന്ത് ചെയ്തും നിങ്ങൾക്ക് ലഭിക്കും. അത് ലഭിക്കാൻ വേണ്ടി മക്കളെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ഈ ലിങ്ക് എന്താ? ഈ ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഡെയിലി പ്ലാൻ, നോട്ട്സ്, ക്വസ്റ്റ്യൻ ബോൾസ്, ലൈവ് ലിങ്ക് ഒക്കെ കൊടുക്കുന്ന ഒരു ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ആണ്. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി മക്കൾ എന്ത് ചെയ്യുക, ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരെ എവിടത്തേക്ക് പോകും? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പോകും. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ള ഈ വീഡിയോസിന്റെ ഒക്കെ PDF നമുക്ക് കിട്ടും. ഈ ക്വിസിന്റെ ഒക്കെ PDF കിട്ടും. അതേപോലെ തന്നെ എന്തൊക്കെ കിട്ടും? ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ക്രിസ്മസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും? അതാ ഡെയിലി പോൾസ് കിട്ടും, നോട്ട്സ് കിട്ടും, ക്വസ്റ്റ്യൻ ബോൾസ് കിട്ടും, ലൈവ് ലിങ്ക് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക, ഈ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ലിങ്ക് തുറക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ. ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.